137 സങ്കീർത്തനത്തിലാണെന്ന് എൻ്റെ ചിന്ത. അതിൻ്റെ 1-ാം വാക്യത്തിൽ, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. എന്നിട്ട് 2-ാം വാക്യത്തിൽ മുതൽ എഴുതിയിട്ടുണ്ട്, അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ തൂക്കിയിട്ടു. പാട്ടൊക്കെ നിർത്തി. ഗിറ്റാർ എവിടെ തൂക്കിയിട്ടു? മരത്തെ തൂക്കിയിട്ടു. പാട്ടൊക്കെ നിർത്തി. ഭയങ്കര കരച്ചില്ല. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ. നിങ്ങൾ 137 സങ്കീർത്തനം വായിക്കുമ്പോൾ ഇവർ കരഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ കരഞ്ഞത് നഷ്ടബോധം ഓർത്ത്, ഇവർ കരഞ്ഞത് കുറ്റബോധം കൊണ്ട്, ഇവർ കരഞ്ഞത് കിട്ടാതെ പോയ കാര്യങ്ങളെ ഓർത്ത്. ഈ കിട്ടാതെ പോയ കാര്യങ്ങളെയും കുറ്റബോധത്തെയും ഒക്കെ ഓർത്ത് ചുമ്മാ ഇരുന്ന് കരയുന്നവരുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞ് കരച്ചിലിന് ഒരു ലക്ഷ്യമുണ്ട്. ചില സഹോദരങ്ങൾ അവർക്കൊരു നന്മയുണ്ടായാലും അവർ ചിലപ്പോൾ അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു സ്ത്രീയോട് വാ തുറന്നു പറഞ്ഞ ആദ്യത്തെ വാക്കെന്നാന്നറിയാവോ? സ്ത്രീയെ കരയണ്ട. നിന്റെ കരച്ചിലിന്റെ ലക്ഷ്യം ഉയർത്തെഴുന്നേറ്റവനെ കാണുക എന്നുള്ളതല്ലായിരുന്നോ? ദേ, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, ഇനി നീ കരയണ്ട. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില വീട്ടുകൾക്കകത്ത് നിന്ന് ഇതുവരെ കരഞ്ഞ ചില വിഷയങ്ങളെ ദൈവം എടുത്ത് മാറ്റാൻ പോകുകയാണ്. ചില സ്ഥലത്ത് നിന്ന് ഈ കരയുന്നവരെയും വിലപിക്കുന്നവരെയും യേശു പുറത്താക്കിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് ഉയർപ്പിക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ കരയുന്നവരെയും വിലപിക്കുന്നവരെയും വെളിയിലിറക്കി. എന്താ അതിന്റെ കാരണം എന്നറിയോ? അന്നത്തെ കാലത്ത് ഈ ശവടക്ക് കിടക്കുമ്പോൾ ഈ കരയാൻ ആളുകളെ വാടകയ്ക്ക് കിട്ടും. അങ്ങനെ ചുമ്മാ വന്ന് നിന്ന് കരയുന്ന എല്ലാത്തിനെയും, നിരാശപ്പെട്ടു നിന്ന് കരയുന്ന എല്ലാത്തിനെയും കർത്താവ് ഇറക്കി കഥ കടച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. എന്നാ ചങ്ക് തകർന്ന് കരഞ്ഞ ഒരുവളുണ്ടായിരുന്നു. അത് ആ മകൻ്റെ അമ്മയായിരുന്നു, നയീനിലെ വിധവയായിരുന്നു. കർത്താവ് കൊച്ചിനെ ഉയർപ്പിച്ച് അവളുടെ കയ്യിലോട്ട് കൊടുത്തു. നെഹമ്യ കരഞ്ഞത് അഭിനയ കരച്ചിലല്ല. നെഹമ്യ കരഞ്ഞത് എന്തെങ്കിലും കിട്ടാനുള്ള കരച്ചിലല്ല. നെഹമ്യ കരഞ്ഞത് കുറ്റബോധം കൊണ്ടുള്ള കരച്ചിലല്ല. നെഹമ്യ കരഞ്ഞത് തനിക്കെന്തോ കിട്ടാനല്ല. നെഹമ്യ കരഞ്ഞത് ആത്മഭാരം കൊണ്ടാണ്. നെഹമ്യ കരഞ്ഞത് താൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്.